ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 18 ബുധനാഴ്ച. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. വളരെ ഒരു ചെറിയ കൊച്ചു വീഡിയോ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ ബുധനാഴ്ചകളിലും വീഡിയോ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാം, ക്ഷമിക്കുക. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി 24,768 എന്ന നിലയിലായിരുന്നു. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,198 അതായത് സൺഡേ മുതൽ ഇന്ന് വരെ, മൺഡേ മുതൽ ഇന്ന് വരെ 3 ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ നിഫ്റ്റി ഡൗൺ ആയിരിക്കുന്നത് 570 പോയിന്റ് ആണ്. അപ്പൊ കഴിഞ്ഞ സൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഏതായിരുന്നു? രത്നവീർ എന്ന സ്റ്റോക്ക് ആയിരുന്നു. രത്നവീർ എഞ്ചിനീയറിംഗ്, പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക് ആയിരുന്നു. ആ സ്റ്റോക്ക് 197 അടുത്താണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 190 രൂപയ്ക്ക് അടുത്ത് 90 രൂപ 45 പൈസയാണ്. അപ്പൊ ഏകദേശം 3.5% ഫോൾ ആയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി ഫോൾ ആയിരിക്കുന്നത് 570 പോയിന്റ് ആണ്. അപ്പൊ നിഫ്റ്റിയുടെ ഇത്ര കനത്ത ഫോളില് ഇത് വലിയൊരു ഫോൾ ആയിട്ട് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. അപ്പൊ വലിയ ഫോൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതില്ല. അപ്പൊ എന്തായാലും ഈ സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസംബർ മാസത്തിൽ പറഞ്ഞ മറ്റ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിലൊരു സ്റ്റാർ പെർഫോമർ ഉണ്ട്, ചമൻലാൽ സെട്ടി എക്സ്പോർട്സ് ലിമിറ്റഡ്. അത് പറഞ്ഞത് ഡിസംബർ 4 തീയതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 4 തീയതി 346 രൂപയ്ക്ക് അടുത്ത് പറഞ്ഞ സ്റ്റോക്ക് 443ന്റെ ഹൈ കാണിച്ചിട്ട് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 415 രൂപയ്ക്ക് അടുത്താണ്. അപ്പൊ ഏകദേശം 25% റാലിയാണ് ചമൻലാൽ സെട്ടി എക്സ്പോർട്സ് എന്ന സ്റ്റോക്കിൽ നമുക്ക് വെറും 10 ദിവസത്തിനുള്ളിൽ ലഭിച്ചത്. അപ്പൊ നിഫ്റ്റി 24,180ന്റെ സപ്പോർട്ട് ഭേദിച്ചിട്ടില്ല. അത് മാത്രമേ ചെറിയൊരു ആശ്വാസമുള്ളൂ. ഭയങ്കര ടഫായിട്ടുള്ള മാർക്കറ്റാണ്, വോളറ്റൈൽ മാർക്കറ്റാണ്. ട്രേഡേഴ്സിന് പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഇത്തരത്തിലുള്ള മാർക്കറ്റ്. പിന്നെ ഇന്നത്തെ US ഫെഡ് റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്തായിരിക്കും, അതിനുശേഷമായിരിക്കും നാളത്തെ മാർക്കറ്റ് ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ US ഫെഡ് 25 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ കട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഇടിഞ്ഞേക്കാം. അതല്ല, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ, അതായത് 50 ബേസിസ് പോയിന്റ് ഒക്കെ കട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ റാലിയും ചെയ്തേക്കാം. അപ്പൊ അതാണ് ഒരു എക്സ്പെക്ടഡ് ന്യൂസ്. അത് ഇന്ന് വൈകിട്ട്, ഇന്ന് രാത്രി തന്നെ US നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന നാളത്തെ മാർക്കറ്റിൽ അതിന്റെ ഇമ്പാക്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലുള്ള ചില വാർത്തകളൊക്കെ നോക്കി കാണാം. ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട് എന്ന കമ്പനിക്ക് NBCC ഇന്ത്യ ലിമിറ്റഡ് എന്ന PSU കമ്പനിയിൽ നിന്ന് 632 കോടിയുടെ ഒരു പ്രൊജക്ട് ഡെവലപ്മെന്റ് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ന്യൂസ് തിലക് നഗർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിലാണ്. തിലക് നഗർ ഇൻഡസ്ട്രീസ് ഇംപീരിയൽ ബ്ലൂ എന്ന വിസ്കി ബ്രാൻഡ് അക്വയർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്ന ന്യൂസ് moneycontrol.com നമുക്ക് കാണാവുന്നതാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ന്യൂസ് സുബ്രോസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ ടോപ്പ് 75 ഇന്നോവേറ്റീവ് കമ്പനീസ് എന്ന അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആണ് അവാർഡ് നൽകിയിട്ടുള്ളത്. അടുത്ത ന്യൂസ് കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് എന്ന കമ്പനിയിലാണ്. കാപ്ലിൻ പോയിന്റിന്റെ സബ്സിഡിയറി കമ്പനിയായ കാപ്ലിൻ സ്റ്റെറൈൽസ് ലിമിറ്റഡ് എന്ന കമ്പനി വഴി ഇവർക്ക് ഐ ഡ്രോപ്സിന് ഉള്ള US FDAയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതാണ് കാപ്ലിൻ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ്. ഇനി ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ സ്റ്റോക്കാണ് മറീൻ ഇലക്ട്രിക്കൽസ്. 333ന്റെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ബിർള മണി 258 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ചമൻലാൽ സെട്ടി എക്സ്പോർട്സ് 443 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ലെമൺ ട്രീ ഹോട്ടൽസ് 156 രൂപ ടച്ച് ചെയ്തു. ഓൾ ടൈം ഹൈ 158 രൂപയാണ്. അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ 1370 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ഇന്ത്യൻ ഹോട്ടൽ 883 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് 2539 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. അപ്പോ ഇതൊക്കെ നമ്മുടെ 7 സ്റ്റോക്കുകളാണ് ഈ 3 ദിവസത്തിനുള്ളിൽ, അതായത് തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെ നമ്മുടെ 7 സ്റ്റോക്കുകളാണ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത്. അതും ഇത്ര വീക്ക് മാർക്കറ്റിൽ 570 പോയിന്റ് നിഫ്റ്റി ഇടിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ 7 സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുക എന്ന് വളരെ നല്ലൊരു കാര്യമാണ്, അല്ലെ? പിന്നെ ചെറിയ രീതിയിൽ നഷ്ടം എത്തിയ സ്റ്റോക്കുകളാണ് GE ഷിപ്പിംഗ്, അഡ്വാൻസ് എൻസൈംസ്, FCL കെമിക്കൽ, ഗുജറാത്ത് പിപാവ പോർട്ട്, ഹോം ഫസ്റ്റ് എന്നീ കമ്പനികളിലാണ്. അപ്പൊ ഈ ഗെയിൻ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഈ നഷ്ടങ്ങൾ വളരെ നിസ്സാരമായ നഷ്ടങ്ങളാണ്. 10-15% നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഗെയിൻ ആണെങ്കിൽ നമുക്ക് വളരെ നല്ല ഗെയിനുകളാണ് മറ്റു പല സ്റ്റോക്കുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കൾ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കും, നമ്മൾ ഈ ഇൻഡിവിജ്വൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാതെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ സാധാരണ ഒരു 20 സ്റ്റോക്സിന്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ്. കാരണം 20 സ്റ്റോക്കുകളിൽ ഈക്വൽ ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് 5% ഇൻ വൺ സ്റ്റോക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് ആ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ്
പെർഫോമൻസ് എന്താണെന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ പെർഫോമൻസ് അല്ല നോക്കേണ്ടത്, പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ആണ് നോക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത ഒരു സ്റ്റോക്ക് മാത്രമാണ്. സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റും അല്ല. ഇനി നമുക്ക് സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 1999 സ്ഥാപിതമായ ഈ കമ്പനിയുടെ പ്രധാന ബിസിനസ് ഇൻഡസ്ട്രിയൽ സിവിൽ വർക്കുകളാണ്. അതുകൂടാതെ ETC വർക്കുകൾ അവർ ഏറ്റെടുക്കുന്നുണ്ട്. അതായത് ഇറക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ഓഫ് ബോയിലേഴ്സ്, ടർബൈൻസ്, ജനറേറ്റർ, ഇതൊക്കെ ഇവരുടെ വർക്ക് പ്രൊഫൈലിൽ വരും. ഇതുകൂടാതെ അവർ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് വർക്കുകളും ഏറ്റെടുക്കുന്നുണ്ട്. കമ്പനിയുടെ വരുമാനത്തിന്റെ 56% സിവിൽ വർക്കുകളിൽ നിന്നും 26% ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് വർക്കുകളിൽ നിന്നും ETCയിൽ നിന്നും 16%മാണ് കമ്പനിക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നത്. 89% ഇന്ത്യയിൽ നിന്നും ബാക്കി 11% വിദേശത്തു നിന്നുമാണ് കമ്പനിക്ക് ലഭിക്കുന്നത്. അദാനി, BHEL, L&T, വേദാന്ത, ടാറ്റ പവർ, NTPC, സീമെൻസ്, L&T പവർ, മിത്സുബിഷി, ഈ കമ്പനികളൊക്കെ ഇവരുടെ ക്ലയന്റ് ലിസ്റ്റിൽ പെടും. ഈ കമ്പനിയുടെ പേരാണ് പവർ മെക് പ്രോജക്ട്സ് ലിമിറ്റഡ്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടി പറയാം, പവർ മെക് പ്രോജക്ട്സ് ലിമിറ്റഡ്. സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസ് ആണ് 2556 രൂപ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8107 കോടി രൂപ. 52 വീക്ക് ഹൈ 3725, 52 വീക്ക് ലോ 1958. ROC നോക്കിയാൽ 23.8 ആണ്. ROE 15.9. ഫേസ് വാല്യൂ 10 രൂപയാണ്. സ്റ്റോക്കിന്റെ കറന്റ് PE 29.7 ആണ്. സെക്ടർ PE 35.6 ആണ്. അപ്പൊ സെക്ടർ PEനേക്കാൾ അപേക്ഷിച്ച് കുറച്ച് ചീപ്പ് വാല്യുവേഷൻ ആണ്. EPS 78 ആണ് ലാസ്റ്റ് ഇയർ EPS. ഡെറ്റ് നോക്കിയാൽ, കടം നോക്കിയാൽ 659 കോടിയാണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.34. പ്രൊമോട്ടർ പ്ലഡ്ജിംഗ് ഇല്ല. പ്രൊമോട്ടറുടെ കയ്യിൽ 58.3% ഹോൾഡിംഗും FIS 4.9% ഹോൾഡിംഗുമാണ് ഉള്ളത്. DISന്റെ 23.1% ഹോൾഡിംഗ്. DIS അവരുടെ ഹോൾഡിംഗ് റെഗുലറായിട്ട് ഉയർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ എന്താ അഭിപ്രായം? പഠിച്ചതിന് ശേഷം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്